കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. വ്യാഴാഴ്ച ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ശില്പത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയ അങ്കണത്തിലാണ് യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യാവതാരത്തിന്റെ ജൂബിലിയോടനുബന്ധമായിട്ട് കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ഇടവക ദേവാലയ അങ്കണത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരം രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, പെന്തക്കോസ്ത, അതിനെ തുടർന്ന് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഉള്ള എല്ലാ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരമാണ് നിങ്ങളുടെ ഈ പിൻപിൽ കാണുക. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് 460 ദിവസം കൊണ്ട് ഇടുക്കി സ്വദേശിയായ ജിനു എന്ന ശില്പി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഇടവകയ്ക്ക് തന്നെയല്ല, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇവിടെ വന്ന് സന്ദർശിക്കുവാനും ഇതിനകത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 480-ലധികം ദിവസങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെയൊരു ഗ്രോട്ടോ ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇക്കോ ടൂറിസത്തിന് പേരുകേട്ട കാൽവരി മൗണ്ടിൽ എത്തുന്നവരുടെ ആത്മീയതയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പസമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. കാൽവരി മൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര സംഭവമാണ്. കാൽവരി മൗണ്ട് ഇന്ന് എക്കോ ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ വാഗമണ്ണ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് കാൽവരി മൗണ്ടാണ്. ഈ വർഷം ഏതാണ്ട് 30,000-ഓളം പേര് ഈ മഹാനവമി നാളിലും ഓണ സീസണിലും അതുപോലെ ക്രിസ്മസ് സീസണിലുമായിട്ട് ഇവിടെ കടന്നു പോവുകയുണ്ടായി. അവരെല്ലാം വരുന്നത് വിനോദ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് ആത്മീയതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2025 ജൂബിലി വർഷത്തിൽ നമ്മൾ മിശിഹാവതാരത്തിൻ്റെ മഹാജീവിയോടനുബന്ധിച്ച് കാൽവരി മൗണ്ട് ഇടവക ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ രക്ഷാകര ശില്പ സമുച്ചയമാണ് വിയ ഡോളറോസ. ജനുവരി 30-ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ശില്പത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും.